നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. സിപിഎമ്മിന് കുരുക്കായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖ വിവാദം. ശബ്ദ സന്ദേശത്തിൽ MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയയെന്ന് BJP നേതാവ് MT രമേശ്. ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് MK കണ്ണൻ. സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിന് പരാതി നൽകിയെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയാരോപിച്ച് സംയുക്ത കർഷക വേദി സെപ്റ്റംബർ 19 എറണാകുളത്തെ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഇടപാടുകാരെ അടിമകളായി കാണുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. കൊണ്ടാഴിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് മായന്നൂർ കോട്ടമുക്ക് സ്വദേശിനി രുക്മിണി. ചിറ്റൂർ സ്വദേശിയായ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ തവനൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 29 വയസ്സുള്ള ബർസാത്ത് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ്. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന KSU നേതാവ് അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ വച്ച് പിടിയിലായത് KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്. ഒന്നാം വേള നെൽകൃഷിയിൽ ഓലകരിച്ചിൽ. ആശങ്കയോടെ പറളി മേഖലയിലെ കർഷകർ. കിണാവല്ലൂർ, തലപ്പൊറ്റ, വലിയകാട് പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി നാശഭീഷണിയിൽ. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ CPMന് കുരുക്കായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖാ വിവാദം. ശബ്ദ സന്ദേശത്തിൽ MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണമാണ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉന്നയിക്കുന്നത്. അതേസമയം ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് CPM വിശദീകരണം. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ VP ശരത് പ്രസാദാണ് AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെ സ്വകാര്യ സംഭാഷണത്തിനിടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്നും സംഭാഷണത്തിലുണ്ട്. CPMന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആർക്കും സാമ്പത്തിക പ്രശ്നം ഇല്ല. നേതാക്കളുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ ലെവൽ മാറും. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണ്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കരാണ്. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. കപ്പലണ്ടി കച്ചവടം ചെയ്ത കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എത്ര വലിയ ഡീലിങ്സാണ് ഇവരൊക്കെ നടത്തുന്നതെന്നും ശബ്ദരേഖയിൽ പറയുന്നു. വളരെ ആംബിഷ്യസ്, അല്ലെങ്കിൽ രാമേന്ദ്രേട്ടൻ വളരെ ആംബിഷ്യസ്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സാമ്പത്തിക അത്യാവശ്യം ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി. അത്തിപ്പോ CPM ഇത് ഘട്ടം കഴിഞ്ഞവരൊക്കെ കാശ് വരും. ആൾക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞാൽ CPMന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവ് നടത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി കയറി മാക്സിമം പിരിവ് നടത്തൊരു 5000 രൂപ, 15,000 മാക്സിമം. എന്നാൽ ജില്ല വരെ 25 പാർട്ടി കമ്മിറ്റി വരെ എന്താണ് 75,000, 1 ലക്ഷം ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കില്ല. അതെല്ലാവരും അല്ലാണ്ട് എൻ്റെ കണ്ടുപിടിക്കാൻ വകയിലാണ് നടക്കുന്നില്ല. അല്ല കേരള അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും, ഇവരൊക്കെ നല്ല പിടിക്കും. മുൻ മന്ത്രി AC മൊയ്തീൻ്റെയും വർഗീസ് കണ്ണംകുളത്തിയുടെയും പേര് ശബ്ദരേഖയിലുണ്ട്. AC മൊയ്തീന് അപ്പർ ക്ലാസ് ഡീലാണെന്ന് പറയുന്നു. KKR, സേവ്യർ, രാമചന്ദ്രൻ, AC മൊയ്തീൻ ഒന്നും നിസ്സാര ആളുകളല്ല. ജില്ലയിലെ അത്ര വലിയ അപ്പർ ക്ലാസ് ആളുകളുമായി ബന്ധങ്ങളാണ് AC മൊയ്തീന് ഉള്ളതെന്നും ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിലുണ്ട്. കപ്പലണ്ടിയാണ്, കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂർ. ആളെന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വശം. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി, അനൂപ്, AC നിസ്സാര ആൾക്കാരാണ്.
എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ AC മൊയ്തീൻ. CPM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നതെന്നാണ് ശരത് പ്രസാദിൻ്റെ വിശദീകരണം. അതേസമയം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ശബ്ദരേഖയിൽ പറയുന്നതെന്നാണ് CPMൻ്റെ വിശദീകരണം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്, തെറ്റായ കാര്യങ്ങളാണ് ശരത് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് പാർട്ടി വിശദീകരണം തേടും. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാകുന്നതാണ് പുറത്തുവന്ന തെറ്റിദ്ധാരണാജനകമായ ഓഡിയോ എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. വലിയ എന്താ പറയുക, രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട്. ഒരു തരത്തിലും വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. തെറ്റായിട്ടുള്ള കാര്യമാണ്. സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതിൻ്റെ നേതാക്കളുടെ ജീവിതവും സുതാര്യമാണ്. ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യമേ പറഞ്ഞല്ലോ, അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം നടത്താനിടയായത് എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉചിതമായിട്ടുള്ള നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് MK കണ്ണൻ. ഒരു ബാങ്കിലും തന്റെ സമ്പാദ്യമില്ലെന്നും ഒരു അക്കൗണ്ടിൽ പോലും 100 രൂപയിൽ കൂടുതലില്ലെന്നും MK കണ്ണൻ പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നും MK കണ്ണൻ കൂട്ടിച്ചേർത്തു. കോടികൾ സമ്പാദിച്ചു. ഏത് ബാങ്കിലാണ്? ഇങ്ങോട്ട് ആ ക്യാമറ നോക്കി പറയാം. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? ഒരു 100 രൂപയിൽ കൂടുതലുള്ള അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലില്ല. കണ്ടിട്ട് അങ്ങോട്ട് നോക്കി പറയാം. എന്താ എൻ്റെ പ്രശ്നം? ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. കണ്ണനെ വിളിച്ചോ? പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത്, എൻ്റെ നേതാവല്ലേ ഇപ്പോൾ, ഇങ്ങോട്ട് നോക്കി പറയാം. എൻ്റെ നേതാവാണല്ലോ. അപ്പോൾ ശരത് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ രാത്രി സംഭാഷണം നടത്താറുണ്ട്. പിന്നെ ഇത് പറയുന്നത് ആരപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. പണ്ട് സർദാർ ചന്ദ്രോത്തനെ കൊണ്ടു നടന്നിരുന്നു വിമോചന സമരകാലത്ത്, പഴയ പാർട്ടിക്കാരനെ. മനസ്സിലായിട്ടില്ല? ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, പഴയ കഥകൾ ആലോചിക്കണം. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ? ഈ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പോയി, പുറത്തു പോയി. പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയുടെ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനില്ല. ഇവൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിൻ്റെ കൂടെയായിരുന്നു, ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിനെ ഒഴിവാക്കിയാണ്. ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഇതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് സൗദ എന്ന് പറഞ്ഞ് പത്രത്തിലൊന്നും ഞാൻ കണ്ടു. എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല. അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയയെന്ന് BJP നേതാവ് MT രമേശ്. ശരത്തിന്റെ ആരോപണം ഗുരുതരം. CPMന് എതിരെ BJP ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഈ ആരോപണങ്ങൾ. സഹകരണ മേഖല CPM കൊള്ളയടിക്കുകയാണ്. ഇവർ ഡീലർമാരാണെന്ന് ശരത് പറയുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിലെ CPM നേതൃത്വം ഒരു വലിയ അധോലോക മാഫിയ സംഘമാണ് എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ പരസ്യമായി സമ്മതിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. CPMൻ്റെ ഈ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ടാണ് DYFIയുടെ നേതാവ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതോ ഡീലേഴ്സ് പാർട്ടിയാണോ എന്നിവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം. അവരുടെ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാക്കണം. അവർ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണം. CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ മറയാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഉന്നത തലത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ നേതാക്കന്മാരൊക്കെ സംസ്ഥാന തലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന
നമ്മുടെ AC മൊയ്തീനെതിരായിട്ടും MK കണ്ണനെതിരായിട്ടൊക്കെ ED അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിന് സഹായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഏജൻസികൾ ഇതുകൂടി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് അപേക്ഷയുടെ ആവശ്യമൊന്നുമില്ല, അവരിതെല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരെ കുറിച്ച് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. നിരവധി സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ്. ശരത്തിന്റെ സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഗൗരവതരമാണ് ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണം ആവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിന് പരാതി നൽകിയതായും അനിൽ അക്കര തൃശൂരിൽ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത്ത് നടത്തിയ ഇന്നത്തെ AC മൊയ്തീനെ കുറിച്ചും അതുപോലെ തന്നെ MK കണ്ണനെ കുറിച്ചും CPMന്റെ ജില്ലയിലെ ഉന്നതരായ നേതാക്കന്മാരെ കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിലും ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഇതൊരു പുതുമയായ കാര്യമല്ല. പക്ഷേ എങ്കിലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശരത്തിന്റെ വെളിപ്പെടുത്തൽ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗൗരവതരമാണ്. ശരത്തിന്റെ ഓഡിയോയിൽ പറയുന്ന കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണമെന്ന് അനിൽ അക്കര ആവശ്യപ്പെട്ടു. ലൈഫ് മിഷൻ ഇടപാടിൽ AC മൊയ്തീൻ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്. ലൈഫ് മിഷൻ ഇടപാട് CBI അന്വേഷിച്ചാൽ മൊയ്തീൻ രണ്ടാം പ്രതിയാകും. CBI കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി AC മൊയ്തീൻ വരും. UAE കോൺസുലേറ്റിൽ നിന്നും ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന്റെ കയ്യിൽ നിന്നും അടിവരയിട്ട് പറയാൻ ഖാലിദിന്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് AC മൊയ്തീൻ. അതുകൊണ്ടാണ് CBI കേസ് വരരുത് എന്ന് ആഗ്രഹിച്ച് അതിനകത്ത് കേസ് പോകുന്നത്. അതുപോലെ തന്നെയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് 12 സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം പോയി. ആ 12 സഹകരണ ബാങ്കുകളിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട AC മൊയ്തീൻ, MK കണ്ണൻ, വർഗീസ് കണ്ടകുളത്തി, MM വർഗീസ്, അനൂപ് ഡേവിസ് കാട, ഈ 5 നേതാക്കന്മാർ ഈ 12 സഹകരണ ബാങ്കിലെ കേസിനകത്ത് പ്രതിയാകേണ്ട ആളുകളായിരുന്നു. ഖാലിദിൽ നിന്നും നേരിട്ട് പണം കൈപ്പറ്റിയ ആളാണ് മൊയ്തീൻ. അഴിമതി കേസുകളിൽ ED അന്വേഷണം നിർത്തിയത് നേതാക്കളെ രക്ഷിക്കാനാണെന്നും അനിൽ അക്കര പറഞ്ഞു. ആദായനികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശരത്തിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണെന്നും CPM നേതാക്കളുടെ അനധികൃത സമ്പാദ്യം പാർട്ടിയിലെ ഒരു വിഭാഗം യുവാക്കൾ അംഗീകരിക്കുന്നില്ലെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിൽ. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ കൊയിലാണ്ടിയിൽ നിന്നാണ് ഗണേഷിനെ പിടികൂടിയത്. SFI KSU സംഘടനത്തിന് ശേഷം ഗണേഷ് ഒളിവിലായിരുന്നു. കഴിഞ്ഞ മാസം മുള്ളൂർക്കരയിൽ വെച്ച് SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിനെയാണ് കൊയിലാണ്ടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് ചെറുതുരുത്തി മുള്ളൂർക്കരയിൽ വെച്ചാണ് KSU SFI സംഘർഷമുണ്ടായത്. SFI ചെറുതുരുത്തി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യൻ, കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവർക്കാണ് അന്ന് പരിക്കേറ്റത്. കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ SFI നേതാക്കളെ പിന്തുടർന്നെത്തി ഗണേഷ് ആറ്റൂരും മറ്റ് KSU പ്രവർത്തകരും ആക്രമിക്കുകയായിരുന്നുവെന്ന് SFI ആരോപിച്ചിരുന്നു. മുള്ളൂർക്കര ഗേറ്റിന് സമീപത്തായിരുന്നു സംഘർഷം നടന്നത്. പരിക്കേറ്റ SFI പ്രവർത്തകരെ തൃശൂർ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേസമയം ഗണേഷ് ആറ്റൂരിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയാണെന്ന് ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. അറസ്റ്റിലായ ഗണേഷിനെതിരെ 3-ാം മുറ പ്രയോഗിക്കാതിരിക്കാൻ രാത്രി വൈകിയും പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കാവൽ നിന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് ഇടിച്ച് വയോധിക മരിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മായന്നൂർ കോട്ടമുക്ക് സ്വദേശിനി പ്ലാക്കിൽ വീട്ടിൽ 70 വയസ്സുള്ള രുക്മിണിക്കാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. പഴയന്നൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ സെപ്റ്റംബർ 19-ന് സംയുക്ത കർഷക വേദി എറണാകുളം സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഓണക്കാലത്തിന് മുമ്പ് നെല്ലുവില കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കർഷകർക്ക് വിനയാകുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി കേരള ജനറൽ സെക്രട്ടറി C പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 280 കോടിയോളം രൂപയാണ് സർക്കാർ നെൽകർഷകർക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ കർഷകർക്ക് പണം നൽകുന്നില്ല. സർക്കാർ കൊടുത്താൽ മാത്രം ബാങ്കുകൾ കർഷകർക്ക് ലോണായി നെല്ലുവില നൽകുന്ന രീതിയാണ് തുടരുന്നത്. കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ കേരള സർക്കാർ ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചു. ജില്ലയിൽ കന്നിക്കൊയ്ത്ത് ആരംഭിക്കാറായിട്ടും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനോ
മില്ലുകാരെ നിശ്ചയിക്കാനോ സർക്കാരിന് കഴിയാത്തത് കർഷകരോടുള്ള അവഗണനയാണ്. കിട്ടുമ്പോൾ മാത്രം വില നൽകുമെന്ന രജിസ്ട്രേഷൻ നിബന്ധന തകർന്ന കർഷകരെ വീണ്ടും ചവിട്ടി താഴ്ത്തുന്നതാണ്. നെല്ല് സംഭരണം സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കർഷകർക്ക് ഉൾക്കൊള്ളാനാവാത്തതും കാർഷിക മേഖലയെ തകർക്കുന്നതുമായ ഒട്ടേറെ നിബന്ധനകളുള്ള ബേബി കമ്മീഷൻ റിപ്പോർട്ട് പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കി ഹാനികരമായ നിബന്ധനകൾ ഒഴിവാക്കണമെന്നും സി പ്രഭാകരൻ ആവശ്യപ്പെട്ടു. പ്രതീക്ഷയോടെ ബന്ധപ്പെട്ട ഭരണകർത്താക്കളുടെ വാക്ക് വിശ്വസിച്ച് ഇന്നും 232.38 കോടി രൂപ കേരളത്തിൽ കർഷകന് കൊടുക്കാനുണ്ട്. ഇത് കൊടുത്തു എന്ന് പറയുന്നത് ബാങ്കുകാരെ കൊണ്ട് നിങ്ങൾ ലോണായി കൊടുത്തോ എന്ന് പറഞ്ഞതുകൊണ്ട് കർഷകന് പൈസ കിട്ടുന്നില്ല. ബാങ്കിന് ലോണിന് പോകുന്നത് 5 പേർക്കോ 8 പേർക്കോ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറയുന്ന ഒരു സ്ഥിതി. ഏത് സമയത്ത് പൈസ കിട്ടും എന്ന് പറയാൻ ഇന്നും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. നിലവിൽ ബാങ്കുകാരനെ സംബന്ധിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംഖ്യ അത് കഴിഞ്ഞ് അവരോട് ബ്ലോക്കാക്കി. പൂർണ്ണമായും ഈ സംഖ്യ ഈ നേരം വരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ വേണു, പറമ്പിക്കുളം ആളിയാർ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ശിവശങ്കരൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആർ രമേഷ്, ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചിറ്റൂർ സ്വദേശിയെ തവനൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തവനൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 29 വയസ്സുള്ള ബർസാത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോൾ ക്വാർട്ടേഴ്സ് മുറിയിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സഹോദരന് മരിക്കുകയാണെന്ന് സന്ദേശം അയച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. എന്നാൽ ഈ സന്ദേശം രാവിലെയാണ് ബർസാത്തിന്റെ സഹോദരൻ കണ്ടത്. അപ്പോൾ തന്നെ സഹപ്രവർത്തകരെ അറിയിക്കുകയും ഇവരെത്തിയപ്പോൾ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ ബർസാത്ത് സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒന്നാം വിള നെൽകൃഷിക്ക് ഓലകരിച്ചിൽ രോഗം ബാധിച്ച് കൃഷി നശിച്ച കർഷകർ ആശങ്കയിൽ. പറളി പഞ്ചായത്തിലെ കിണാവല്ലൂർ, തലപ്പറ്റ, വലിയകാട് പ്രദേശങ്ങളിലെ കതിര് നിറഞ്ഞ പാടശേഖരങ്ങളിൽ ആണ് ഓലകരിച്ചിൽ രോഗം വ്യാപകമായത്. കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ആവശ്യപ്പെട്ടു. രോഗം വ്യാപകമായി ബാധിച്ചതിനാൽ കൊയ്തെടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പാടെ നശിച്ച സ്ഥിതിയാണ്. കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കൃഷിയിൽ മിച്ചമൊന്നുമില്ലെങ്കിലും കടം വാങ്ങി ഇറക്കിയ തുക തിരിച്ചടയ്ക്കാൻ എന്തു ചെയ്യണമെന്ന വേവലാതിയിലാണ് കർഷകർ. കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി സഹായിക്കണമെന്നും കാർഷിക മേഖലയോട് താൽപ്പര്യമുണ്ടാക്കാൻ ഉതകുന്ന പദ്ധതികൾ സർക്കാരും കൃഷിവകുപ്പും നടപ്പിലാക്കണമെന്നും വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇടപാടുകാരെ അടിമകളാക്കുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ സെപ്റ്റംബർ 16 കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് UMC സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഒളിഞ്ഞും തെളിഞ്ഞും ഇടപാടുകാരെ ബാങ്കിംഗ് മേഖല സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ജോബി വി ചുങ്കത്ത് പറഞ്ഞു. സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്കാണ് ഇടപാടുകാരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് അവരറിയാതെ തുക ഈടാക്കുന്നത്. വാട്സാപ്പ് മെസ്സേജ്, ജിപേ, ചെക്ക് ബുക്ക് അനുവദിക്കുന്നതുൾപ്പെടെ ഇടപാടുകാരറിയാതെയാണ് പണം ഈടാക്കുന്നത്. ഇടപാടുകാരുടെ സിബിൽ സ്കോർ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ബാങ്കുകാർ തന്നെ ചെയ്യുന്നതോടെ സമൂഹവും വ്യാപാര മേഖലയും പലവിധ പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കുകാർ നൽകുന്ന വാഗ്ദാനങ്ങൾ അപ്പാടെ ലംഘിക്കുകയാണ്. ഇതിനെതിരെയാണ് സമരമെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു. അതായത് അടുത്ത ചൊവ്വാഴ്ച എറണാകുളത്ത് റിസർവ് ബാങ്കിന്റെ ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുക. ആ മാർച്ചിന് ശേഷമുള്ള ധർണ ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലത്തെ പ്രത്യേക കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലനിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബാങ്കിന്റെ അടിമയാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു അക്കൗണ്ട് തുടങ്ങി പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശരി എനിക്ക് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ
പലതും പല നിയമങ്ങളും കഴിഞ്ഞുള്ള അക്കൗണ്ടുകളുടെ ഒരു പരിധി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റ് അക്കൗണ്ടുകളെല്ലാം എണ്ണം തികയ്ക്കാനായിട്ട് ബാങ്കുകൾ പലരും സമീപിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി.കെ. ഹെൻറി, ജില്ലാ പ്രസിഡന്റ് പി.എസ്. സിംസൺ, കെ.ആർ. ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൊഴുപ്പിക്കാൻ സമ്മിശ്ര കൃഷിയുടെ വിജയത്തിളക്കവുമായി ഷൊർണൂർ KVR ഹൈസ്കൂൾ. വിദ്യാലയ മുറ്റത്തൊരുക്കിയ കൃഷിയിടത്തിൽ തുടർച്ചയായി 3-ാം വർഷവും സജീവമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിലെ തനിമ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ മുറ്റത്ത് വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. വെണ്ട, പയർ, വഴുതന, പച്ചമുളക്, ചീര, തക്കാളി, വെള്ളരി തുടങ്ങി 10 ഇന സമ്മിശ്ര കൃഷിയാണ് സ്കൂളിൽ അധ്യാപകരുടെ സഹകരണത്തോടെ തനിമ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. വിവിധ ക്ലാസുകളിൽ നിന്നായി കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ സജ്ജരായ 100ഓളം കുട്ടികളാണ് ഒഴിവു സമയം കണ്ടെത്തി സ്കൂൾ മുറ്റത്തെ കൃഷിയിടം പരിപാലിച്ചു വരുന്നത്. കാർഷിക രീതികൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും ഒഴിവു സമയങ്ങളിൽ കുട്ടികളെ കർമ്മനിരതനാക്കാനും അധ്യാപകർ ലക്ഷ്യമിടുന്നു. സ്കൂളിലെ കൃഷിക്ക് പുറമെ സമാന്തരമായി വിവിധ ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 40 കുട്ടികൾക്ക് പച്ചക്കറി തൈകളും വിത്തുകളും വീടുകളിൽ കൃഷി ചെയ്യുന്നതിനായി നൽകിയിരുന്നു. കുട്ടികളുടെ വീട്ടിലും വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കുന്നതിനു വേണ്ടിയും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നതുമാണ് തനിമ ക്ലബിൻ്റെ ലക്ഷ്യം. തനിമ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് നടത്തിവരുന്ന കൃഷി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒഴിവു സമയങ്ങളിൽ ഒത്തുചേരാനുള്ള ഒരിടം കൂടിയാണ്. വലിയ രീതിയിലുള്ള മാനസികോല്ലാസം നൽകുന്നതാണ് കൃഷിയെന്ന് വിദ്യാർത്ഥികളായ കീർത്തന, ശ്രീലേഖ എന്നിവർ പറഞ്ഞു. ഞങ്ങൾ KVR ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇത് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം. ഇവിടെ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതനങ്ങ, ചീര, കുമ്പളങ്ങ, പച്ചമുളക് തുടങ്ങി പല പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് എല്ലാവരും ഇതിന് സഹായിക്കുന്നുണ്ട്. ഒത്തുചേർന്ന ഒരു തനിമ കാർഷിക ക്ലബിന്റെ ഒരു ഒത്തുചേരലാണ് ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത്. നനയ്ക്കുന്നതും ബാക്കി ചെടികളെ പരിപാലിക്കുന്നതും എല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ്. ഇവിടുത്തെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായമായിട്ടും അങ്ങനെ നൽകാനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. അതിൽ ചില പ്രധാന വ്യക്തികളെ, പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള മഹത്വം കണക്കാക്കുമ്പോൾ ഓരോ മേഖലയ്ക്കും അതിൻ്റെ പ്രാധാന്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും അതിലേക്ക് സമൂഹത്തിൻ്റെ ആകെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ദിനാചരണങ്ങൾ ഓരോ തീയതിക്കനുസരിച്ച് കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. ചടങ്ങിൽ KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. KSTF വൈസ് പ്രസിഡന്റ് ഡോക്ടർ CP ശൈലജ സംസ്കൃത ദിനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഷൊർണൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, വാണിയംകുളം TRKHS സംസ്കൃത അധ്യാപകൻ KK രാജേഷ് എന്നിവർ സംസാരിച്ചു. കൂടിയാട്ടം കലാകാരൻ നാരായണ ചാക്യാർ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും തീയാട്ട് കലാകാരനുമായ TS പരമേശ്വരൻ, പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സംസ്ഥാന പോലീസ് അവാർഡിന് അർഹയായ V. ബിന്ദു, ഷൊർണൂർ KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി P. സിജു സ്വാഗതവും ഷൊർണൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി A. അജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ KV അനൂപിന്റെ പേരിൽ സർഗതുളസി സാഹിത്യവേദി ഏർപ്പെടുത്തിയ പുരസ്കാരം EK ഷാഹിനയ്ക്ക്. കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന കഥാസമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായതെന്ന് സാഹിത്യവേദി പ്രസിഡന്റ് പവിത്രൻ ഓലശ്ശേരി പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമപ്രവർത്തനത്തിനൊപ്പം സാഹിത്യമേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് KV അനൂപെന്ന്
വാർത്താസമ്മേളനത്തിൽ പവിത്രൻ ഓലശ്ശേരി അനുസ്മരിച്ചു. യുവ സാഹിത്യകാരന്മാർക്ക് അനൂപ് ഏറെ പ്രചോദനം നൽകി. അധ്യാപികയായ EK ഷാഹിനയുടെ കഥകൾ തമിഴ്, മറാത്തി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. കേരള, മഹാത്മാഗാന്ധി, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഷാഹിനയുടെ കഥകൾ പാഠ്യവിഷയമാണ്. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. യുവ സാഹിത്യ പുരസ്കാരത്തിന് പ്രീതി മറ്റത്തിൻ്റെ തപ്തസാഗരമെന്ന കവിതാ സമാഹാരം അർഹമായതായും പവിത്രൻ ഓലശ്ശേരി അറിയിച്ചു. പുരസ്കാരങ്ങൾ നവംബർ ആദ്യവാരം സമ്മാനിക്കും. ഡോക്ടർ അജിത് ബാബു, AV ദേവർ, ചന്തു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. CPM-ന് കുരുക്കായി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖാ വിവാദം. ശബ്ദ സന്ദേശത്തിൽ MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് CPM. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയയെന്ന് BJP നേതാവ് MT രമേശ്. ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് MK കണ്ണൻ. സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആദായനികുതി വകുപ്പിന് പരാതി നൽകിയെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയാരോപിച്ച് സംയുക്ത കർഷക വേദി സെപ്റ്റംബർ 19-ന് എറണാകുളത്തെ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഇടപാടുകാരെ അടിമകളായി കാണുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ. കൊണ്ടാഴിയിൽ KSRTC ബസ് ഇടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് മായന്നൂർ കോട്ടമുക്ക് സ്വദേശിനി രുക്മിണി. ചിറ്റൂർ സ്വദേശിയായ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ തവനൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 29 വയസ്സുള്ള ബർസാത്ത് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ്. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന KSU നേതാവ് അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ വച്ച് പിടിയിലായത് KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്. ഒന്നാം വേള നെൽകൃഷിയിൽ ഓലകരിച്ചിൽ. ആശങ്കയോടെ പറളി മേഖലയിലെ കർഷകർ. കിണാവല്ലൂർ, തലപ്പൊറ്റ, വലിയകാട് പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി നാശഭീഷണിയിൽ. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.